നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം 2024-25 തിരൂർ വിദ്യാഭ്യാസ ജില്ലാ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ പ്രവർത്തനോദ്ഘാടനവും 2023-24 അധ്യയന വർഷത്തിലെ ഉന്നത വിജയികളെ അനുമോദിക്കൽ ചടങ്ങും ആഗസ്റ്റ് 10 ശനി ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. തിരൂർ DEO PV സാബു KS അധ്യക്ഷത വഹിച്ചു. 2023-24 അധ്യയന വർഷത്തിൽ SLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പദ്ധതിയിലെ അംഗങ്ങളെ അനുമോദിച്ചു. പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തക വിതരണവും നടന്നു. തിരൂർ BPC സുശീൽ കുമാർ, പ്രിൻസിപ്പൽ TK കുഞ്ഞവറാൻകുട്ടി, SMC ചെയർമാൻ റഹീം മേച്ചേരി, റിസോഴ്സ് ഗ്രൂപ്പ് അംഗം KV മിനി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം തിരൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ K ഹസൻ മാസ്റ്റർ സ്വാഗതവും ഗിഫ്റ്റഡ് സ്റ്റുഡന്റ് അദ്രിജ നന്ദിയും രേഖപ്പെടുത്തി. ഇൻട്രൊഡക്ഷൻ ടു എ ന്യൂ ബ്രേവ് വേൾഡ് എന്ന വിഷയത്തിൽ ആൻഡ്രൂ ഡെയിൻ ക്ലാസിന് നേതൃത്വം നൽകി. നേടിയിട്ടുള്ള കുട്ടികൾ, അവരുടെ രക്ഷിതാക്കൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി ആദ്യം സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, ഈ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം നമ്മുടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിദ്യാഭ്യാസ ജില്ലകളിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് ശാസ്ത്രം, സാഹിത്യം, കല, ഗണിതം, ലൈഫ് സ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുകയും ഭാവിയിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് നല്ല പൊസിഷനിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ഇതൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 30% ആളുകൾ നോർമൽ ഐക്യുവിനേക്കാൾ മേലെ ഐക്യമുള്ള ആളുകളാണ് ഏതൊരു സമൂഹത്തിലും. പക്ഷേ ഇത്രയും ആളുകൾ മുന്നോട്ട് വരുന്നു. നമ്മൾ പ്രഗത്ഭരെന്ന് പറയാവുന്ന ആളുകൾ നിങ്ങൾ സമൂഹത്തിലെടുത്താൽ 100% സത്യം പറഞ്ഞാൽ ആ പ്രാഗൽഭ്യം ഉള്ള ബേസിക്കലി ആ ഇന്നേറ്റ് ആയിട്ട് ആ ഒരു ടാലന്റ് ഉള്ള സ്കില്ലുള്ള ആളുകളുണ്ട്. പലപ്പോഴും ഇല്ലാത്തത് അത് തേച്ചു പിടിച്ച് കൊണ്ടുവരുന്നിടത്താണ് പരാജയം. അതിനെ ഊട്ടി വളർത്തുന്നതിലാണ് പരാജയപ്പെടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരുപാട് കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ടും അവരുടെ ഒന്നും കഴിവ് ഈ സമൂഹത്തിൽ ലഭിക്കാതെ പോകുന്നത്. നമ്മുടെ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പരിപാടിയുടെ മുമ്പിലാണ് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട USS സ്കോളർഷിപ്പ് പരീക്ഷയിൽ പാസ്സായി വന്ന 40 കുട്ടികൾ. അവിടെയാണ് നമ്മുടെ ഈ ഗിഫ്റ്റ് ചിൽഡ്രൻസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഏഴുകൈ സ്കൂളിലെ ഈ ഓഡിറ്റോറിയത്തിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് നമുക്കേറെ അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രാധാന്യം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നു. അന്ന് ജില്ലയിൽ തന്നെ 1-2 ആളുകൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയാൽ അവിടെ ഫോട്ടോയോട് കൂടി ഇതിൻ്റെ വാർത്തയിൽ അത് വരുമായിരുന്നു. ഫസ്റ്റ് പേജിലൊക്കെ വരുമായിരുന്നു. സ്കോളർഷിപ്പ് കിട്ടി, ജില്ലയിലൊരു കുട്ടിക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ സംഭവമായിരുന്നു. കേരളത്തിൽ തന്നെ കുറഞ്ഞ കുട്ടികൾക്ക് കിട്ടുള്ളൂ, സംസ്ഥാനത്ത് തന്നെ. എന്നാൽ ഇന്ന് നമുക്കറിയാം, നമ്മുടെ മിക്ക വിദ്യാലയങ്ങളിലും, തിരൂരിലെ മിക്ക വിദ്യാലയങ്ങളിലും LSS USS സ്കോളർഷിപ്പ്, NMMS സ്കോളർഷിപ്പുകൾ കിട്ടിയ കുട്ടികൾ അനുമതിയുണ്ട് എന്നുള്ളതാണ് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം. എന്താണ് ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാം? എന്താണ് സർക്കാർ 2022-23 മുതൽ ആരംഭിച്ച് ഇത്തരം പ്രോഗ്രാമുകളുടെ അർത്ഥം വെക്കുന്നത്? നമ്മുടെ സമൂഹത്തിലുള്ള പല മേഖലയിൽ കഴിവ് തെളിയിച്ച, അക്കാദമികവും അല്ലാതെയുമുള്ള മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകളെ, കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ തിരഞ്ഞെടുത്ത് അവരെ പരിശീലിപ്പിച്ച് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും അക്കാദമിഷ്യന്മാരോ സയൻസ് ആൻഡ് ടെക്നോളജി മേഖലയിലോ അല്ലെങ്കിൽ മനുഷ്യ സ്നേഹത്തിൻ്റെയോ ഭരണാധികാരികളോ ആക്കി മാറ്റുന്ന ഒരു വലിയ പ്രോജക്റ്റാണ്. അതേപോലെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ട്. അത്തരം ധാരാളം സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും.
കഴിയുന്നുണ്ട്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് നേരത്തെ സാബു സാറ് സൂചിപ്പിച്ചത്. ഒരു ഘട്ടം വെച്ചിട്ട് അവിടെ വിട്ടുപോകാതെ ഇരിക്കണം. നേരത്തെ സൂചിപ്പിച്ച YIP ശാസ്ത്രമതം അതിപ്പോൾ 7ാമത്തെ ഘട്ടത്തിലാണ്. 7ാമത്തെ ഘട്ടത്തിലെ രജിസ്ട്രേഷൻ തുടങ്ങി. 6 ഘട്ടങ്ങൾ നേരത്തെ പൂർത്തിയായി. അതിലെ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട്. ഒളിമ്പിക്സ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ചിക്കാഗോയിലുള്ള കൊളംബോത്സവത്തിലാണ് ലോകത്തെ സ്നേഹിച്ച ഈ അഭിസംബോധന സ്വാമി വിവേകാനന്ദൻ നടത്തുന്നത്. സഹോദരി സഹോദരന്മാർ, നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ആ ലോകത്തെ സ്നേഹിച്ച ആ അഭിസംബോധന പോലും കാലഹരണപ്പെടുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ട് എല്ലാവരും കോൺടാക്ട് ചെയ്യുന്നു. വളരെ ആകാംക്ഷയായിരുന്നു. കുറേ ദിവസങ്ങളായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി എന്താണ് പ്രോഗ്രാം തുടങ്ങാത്തത്, എപ്പോഴാണ് ഇത് തുടങ്ങുക, എന്താണ് ഈ പ്രോഗ്രാം എന്നൊക്കെ വളരെ ആകാംക്ഷയോടെ പലരും മെസ്സേജ് ചെയ്യും, ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്തു. കുറേ ആൾക്കാർ ഇപ്പോൾ ഞങ്ങൾ നിന്ന് പോവുകയാണ്. അതുപോലെ തന്നെ കുറേ കഴിവുറ്റ കുട്ടികൾ ഞങ്ങളോടൊപ്പം ചേരുകയാണ്. സോ ഈ പരിപാടിയിൽ ഇവിടെ നന്ദി പറയാനാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. പാൻ മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.